രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാഗിയായിരുന്നു. അപ്പം വെജിറ്റബിൾ ഇടാതെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കൊടുത്തു. ഇതിപ്പോൾ ഇച്ചിരി വെജിറ്റബിളൊക്കെ ഇട്ട മാഗിയാണ്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ ഒന്ന് കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മീൻ വെട്ടി എടുത്ത് സെപ്പറേറ്റ് ആക്കി വെച്ചതുണ്ടായിരുന്നു. അത് ഐസ് മാറാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങൾ കഴുകാൻ കിടപ്പുണ്ട്. കുറച്ചൊക്കെ കഴുകി. അപ്പം കാബേജ് തോരൻ വയ്ക്കാം. കാബേജ് അരിഞ്ഞ് ഇട്ട് പിന്നെ ബാക്കി കഴുകാമെന്ന് വെച്ച്. അപ്പം കഞ്ഞിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടച്ചിട്ട് നല്ല വേവുള്ള അരിയ. അതിനിയും പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഞാനൊരു രസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുളിവെള്ളം ഞാനിവിടെ പിഴിഞ്ഞ് അത്ര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ അരിച്ചെടുക്കുന്നത് ആ പുളിക്കകത്തൊരു ഇച്ചിരി മണൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്താണ് ഞാനിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ടൊമാറ്റോ ചട്നി വെച്ചായിരുന്നു. ലാസ്റ്റിൽ അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇപ്പം നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. രസമൊക്കെ നന്നായി തിളച്ച് ആ ടൊമാറ്റോയൊക്കെ വെന്ത് നന്നായിട്ട് വന്നോണ്ട് ഇനി ഇതിലേക്ക് കടുക് കൂടെ വറുത്ത് ചേർക്കാമേ. രസത്തിന് കടുക് വറുക്കാനായിട്ട് ഓയിലൊഴിച്ച് കുറച്ച് ജീരകവും കടുകും ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് സവാളയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി ടൊമാറ്റോ ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. അത് നന്നായി വഴന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു ടീസ്പൂൺ ചുമന്ന കാശ്മീരി മുളക് പൊടിയും എന്നിട്ട് കായപ്പൊടിയും ചേർത്തിട്ട് നന്നായി മൂപ്പിച്ച് നമുക്ക് രസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയാണ് ചപ്പാത്തി വേണ്ടിയവർക്ക് ടൊമാറ്റോ ചട്നിയും കൂട്ടി ചപ്പാത്തി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ തൈര് എടുത്ത ഉടനെ ഇവിടെ ഒരാൾക്ക് ലസ്സി വേണമെന്ന് പറഞ്ഞു കൊച്ചവന്. അപ്പം ഞാൻ അതിൻ്റെ അകത്തൊരു ഇച്ചിരി ഷുഗറോട് ഇട്ടിട്ട് സ്വല്പം പേരിന് വേണ്ടി ഇട്ടുള്ളൂ അവന് കുടിക്കാനായിട്ട് ലസ്സി കൊടുക്കുന്നുണ്ടേ. അപ്പം മീനിൻ്റെ ഐസൊക്കെ പോയായിരുന്നു. അപ്പം മീൻ വെക്കാനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുകും ഇച്ചിരി ഉലുവായോട് ഇട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം അത് ഇച്ചിരി പുളിയും പുളിവെള്ളം ഇട്ടിട്ട് ആ മസാല ഇച്ചിരി ഒന്ന് ലൂസാക്കിയെടുത്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരപ്പ് തിളച്ച് വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരാറാണ് ഞാൻ പിന്നെ അതിലേക്ക് മീനൂടെ പറക്കിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് കറിയൊക്കെ വറ്റി വരും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കാബേജൊക്കെ അരിഞ്ഞായിരുന്നു. കാബേജൊക്കെ ഞാൻ സവാളയൊക്കെ ഇട്ടൊന്ന് വഴറ്റി തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റി അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പ് ചേർത്തതേ. ഇപ്പം നമ്മുടെ മീൻ കറിയും വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.